അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യയിലേക്ക് ആയിരക്കണക്കിന് അധിക മറൈൻ സൈനികരെയും നാവികരെയും വിന്യസിക്കുന്നുണ്ടെന്ന് 3 US ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. USS ബോക്സറിന്റെയും അതിന്റെ മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റിന്റെയും അനുബന്ധ യുദ്ധക്കപ്പലിന്റെയും വിന്യാസം പ്രസിഡന്റ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിന് ഒരു ദിവസത്തിനു ശേഷമാണ് താൻ സൈന്യത്തെ എവിടെയും വിന്യസിക്കുന്നില്ലെന്നും എന്നാൽ അങ്ങനെ ചെയ്യാൻ പോകുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകരോട് പറയില്ലെന്നും പറഞ്ഞു. 2003 വൈദ്യുതി നിയമപ്രകാരം പുനരുപയോഗ ഊർജവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരായി അംഗീകരിക്കണമെന്ന് വാദിച്ചുകൊണ്ട് ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ മേഖലയ്ക്ക് മേലുള്ള ഭരണപരമായ അധികാരം ഗണ്യമായി വികസിപ്പിക്കുന്നതിനായി നവ പുനരുപയോഗ ഊർജ മന്ത്രാലയം ഒരു പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു കേസ് സമർപ്പിച്ചു. ഫെബ്രുവരിയിൽ കമ്മിറ്റിക്ക് നൽകിയ വിശദമായ മറുപടിയുടെ ഭാഗമായ ഈ ആവശ്യം ഒരു സ്വതന്ത്ര പുനരുപയോഗ ഊർജ നിയമത്തിനായുള്ള സ്റ്റേക്ക് ഹോൾഡർ അഭ്യർത്ഥനകൾക്ക് മറുപടിയായി ഈ മാസം പരസ്യമാക്കി. ജൂത ഇസ്രായേലി വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിൽ ഐവി ലീഗ് സ്കൂൾ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഹാർവാർഡ് സർവകലാശാലയ്ക്കെതിരെ കേസെടുത്തു. കൂടാതെ നികുതിദായകരുടെ കോടിക്കണക്കിന് ഡോളർ പണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ബോസ്റ്റൺ ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ച ഒരു പരാതിയിൽ ഹാർവാർഡ് സർവകലാശാലയിലെ ശത്രുതയോട് മനഃപൂർവ്വം നിസ്സംഗത പുലർത്തുന്നുവെന്നും ഇരകൾ ജൂതന്മാരോ ഇസ്രായേലികളോ ആയിരിക്കുമ്പോൾ ക്യാമ്പസ് നിയമങ്ങൾ നടപ്പിലാക്കാൻ മനഃപൂർവ്വം വിസമ്മതിച്ചതായും US നീതിന്യായ വകുപ്പ് പറഞ്ഞു. സമൂഹത്തിൽ വളർന്നുവരുന്ന സംവേദനക്ഷമതയില്ലായ്മയെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് എടുത്തുകാണിച്ചു. ഏറ്റവും തിരക്കുള്ള ആളുകൾ പോലും വാഹനങ്ങൾ നിർത്തി റോഡപകട സ്ഥലങ്ങളിലേക്ക് ഓടുന്നത് മരണാസന്നരായ ഇരകളെ സഹായിക്കാനല്ല, മറിച്ച് സോഷ്യൽ മീഡിയയ്ക്കായി വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനാണെന്ന് പറഞ്ഞു.